ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രേണുസുധിയുടെ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അധികം ചെയ്യാറില്ല രേണുസുധിയുടെ വീഡിയോ. ചെയ്തില്ല ആൾക്കാർ ചോദിക്കും, എന്താ രേണുസുധിയുടെ വീഡിയോ ചെയ്യാത്ത, പേടിച്ചിട്ടാണോ നീ? ഇനി രേണുസുധിയുടെ വീഡിയോ ഞാൻ ചെയ്താലോ അപ്പൊ കമന്റ് വരും, ഇത് വിട്ടുപിടിക്കാറായില്ലല്ലേ. എങ്ങനെ നോക്കിയാലും രേണുസുധിയുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല സത്യത്തിൽ. കുറെ നാളാകുമ്പോൾ എടുത്തൊന്ന് ചെയ്യും. അത് എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് നോക്കി രേണുസുധി ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ് സ്കാനിങ് മെഷീൻ ഓൺ ആക്കി വെച്ചിട്ട് രേണുസുധിയുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടതായ ഇത്തിരി അതിര് കടന്നു എന്നൊക്കെ തോന്നുന്ന ചില രീതികൾ വരുമ്പോൾ മാത്രമാണ് സംസാരിക്കാൻ. ആദ്യകാലത്ത് ഫിറോസിനോടും അച്ഛനോടും ഒക്കെ ഉണ്ടാക്കുന്ന വഴക്കും അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ചിട്ട് ആറാടുന്നത്, പിന്നെ മറ്റേ ദുബായി പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സുകൾ, പിന്നെ ചുണ്ട് പൊട്ടിയിരിക്കുക, അങ്ങനെ കുറെ ഗോഷ്ടികളൊക്കെ കാണിച്ചതിന് ശേഷം സബ്സ്ക്രിപ്ഷനെ അത്യാവശ്യം കാണിച്ചു കൊടുത്തില്ലേ പൈസ മുടക്കുന്നവർക്ക് നഷ്ടമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഉന്നത കുല ജാതയും രാജരക്തത്തിലും ഒക്കെ പിറന്ന ചിലരൊക്കെ ജാക്കറ്റൊക്കെ വലിച്ചു തുറന്ന് തുള്ളിച്ചൊക്കെ കാണിച്ചായിരുന്നു, കുലുക്കി കാണിച്ചായിരുന്നു. അപ്പൊ രേണുസുധി ഓർത്ത് കാണും, ആഹാ ഇവരൊക്കെ ഇത്രയും വലിയ അറിയപ്പെടുന്ന വ്യക്തികൾ, രാഷ്ട്രീയത്തിലും എല്ലാം അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫാമിലി, അവർക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു മെസ്സേജ് രേണുസുധി കാണിക്കുന്നുണ്ട്. കാരണം പണ്ട് കാണിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് രേണുസുധി സബ്സ്ക്രിപ്ഷനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം. ഞാൻ എടുത്തല്ല, യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്ത സീനുകളാകട്ടോ. കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. ഹായ്, ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ഏതൊരു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ആ ഒരു സ്റ്റാർ മാജിക് പ്രോഗ്രാം സ്റ്റേജിൽ നിന്നിട്ട് എന്റെ വാവൂട്ടൻ എന്നും പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയില്ലേ കൊല്ലസുധി. അന്ന് അവിടെ നിന്നെ ആ പെൺകുട്ടിയുടെ ഒരു മാറ്റം അല്ലെ, എന്താണ് കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. ഏതായാലും ഇതൊന്നും കാണാൻ പുള്ളിക്കാരൻ ജീവിച്ചിരിക്കാഞ്ഞത് വളരെ നല്ലതാണ്. വേറൊരു വഴിക്ക് ചിന്തിക്കുകയാണ്, ഈ കൊല്ലസുധിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ സ്ത്രീകൾ കൂടി നശിപ്പിച്ചു കൊടുത്ത ജീവിതം, ഒരു പുരുഷന്റെ ജീവിതം. അയാൾ ഒരുപക്ഷെ വെള്ളം അടിച്ചിരുന്നു, അതൊക്കെ ലാസ്റ്റ് എത്തുമ്പോഴും കടം മേടിച്ചിരുന്നു, കടം ഉണ്ടായിരിക്കാം, അയാൾ ഇത്ര 3 കെട്ടിയില്ല, ഇങ്ങനെയെല്ലാം കുറ്റങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഈ 3 കെട്ടിയത് നമ്മൾ ഈ പേപ്പറിൽ വിവാഹാലോചന പറയുന്ന പോലെ തന്നെ തന്റേതല്ലാത്ത കാരണം എന്ന് തന്നെ പറയാം. കാരണം ആദ്യത്തെ കിച്ചുവിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ നർത്തകിയായിരുന്നു, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്, നർത്തകിയായിരുന്നു. അവര് കിച്ചുവിന്റെ കൊല്ലസുധിക്ക് ഒരു പരിഗണന കൊടുക്കാതെ, അതായത് ഒരു മനുഷ്യനാന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവര് ഇയാളെ അവോയ്ഡ് ചെയ്തിട്ട് ഈ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ അവര് അടുത്ത ഒരു കാമുവിനെ കണ്ടിട്ട് അയാളുടെ കൂടെ അങ്ങ് പോവുക ചെയ്യുന്നത്. ഈ ഭർത്താവിനെയോ മകനെയോ ഒന്നും നോക്കുന്നില്ല. അപ്പൊ അവസാനം ഞാൻ നമ്മൾ ഓരോ വീഡിയോ ചെയ്തപ്പോ കിട്ടിയ ഒരു ക്ലിപ്പിന്റെ അകത്ത് ഒരു സുഹൃത്ത് പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടാലേ, ആ സുഹൃത്ത് എന്താ പറയുന്നത്, ആ സ്ത്രീയുടെ മുന്നില് ഈ കൊല്ലസുധി കെഞ്ചിയെന്ന്, അതായത് നീ രാത്രി ആ മനുഷ്യന്റെ കൂടെ പൊക്കോ, അതായത് കാമുകന്റെ കൂടെ പൊക്കോ, പകല് നീ ഈ കൊച്ചിനെ നോക്കാനിരിക്കുമെന്ന്. കാരണം കൊല്ലസുധിക്ക് വർക്കിന് പോകാനിരിക്കുമെങ്കിലും ചെയ്യാവുന്നു എന്നും പറഞ്ഞ കരാറിൽ വീണ്ടും വന്ന് താമസിച്ച് വീണ്ടും വിട്ടിട്ട് പോയി. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ആ സ്ത്രീ പിന്നെ മരിച്ചുപോയി.
പക്ഷെ ആ സമയത്ത് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ കിച്ചുവിനെ സ്റ്റേജിന്റെ പുറകില് കിടത്തിയിട്ടാണ് ഈ കൊല്ലം സുധി ഓരോ പരിപാടിയും അവതരിപ്പിച്ചിരുന്നു എന്നാ പറയുന്നത്. ഈ കൊച്ചിനെ വളർത്താൻ വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ. അപ്പൊ ആ മനുഷ്യൻ രണ്ടാമത് വീണ കടന്നു വരുന്നു. വീണയായിട്ട് ഒരു കാരണവശാലും സ്വഭാവം തമ്മിൽ ചേരാതെ കിച്ചുവിന്റെ ലൈവിൽ ഇന്നാണ് നമ്മൾ കേട്ടില്ലേ, എന്തിനും ഏതിനും ഈ മകനെ സ്നേഹിക്കുന്നതിന് വരെയും വീണ കടന്ന് വളരെയധികം ആ കൊല്ലം സുധിയെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ആ കൊച്ചിനെ എന്താ വാവേന്നോ ഉണ്ണീന്നോ എന്തോ വിളിക്കുന്നതിന് പോലും വീണ സമ്മതിക്കില്ല. അത് അങ്ങനെ ഒരു സൈഡ്. മൂന്നാമത് കടന്നു വന്ന രേണു സുധി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രേണു സുധി ഒരു ചവിട്ടുപടി, ഒരു ഏണിയായിട്ട് കൊല്ലം സുധിയെ ഉപയോഗിക്കാൻ വേണ്ടി കടന്നു വന്ന ആളാണ്. കാരണം പുള്ളിക്കാരത്തിന്റെ ഉള്ളില് സിനിമാ മോഹവും സെലിബ്രിറ്റി മോഹവും ഈ പൈസ ഉണ്ടാക്കലും അങ്ങനെ ആ ടാറ്റസ് ആ ഒരു സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങള് ഒരു പെയിന്റിങ്ങുകാരൻ, ഒരു വെൽഡിങ്ങുകാരനോ അങ്ങനെ കണ്ടായിരുന്നു ഹസ്ബൻഡ്. ആ പുള്ളിയുടെ കൂടെ കഴിഞ്ഞാൽ വെറും അടുക്കളയില് അയാളുടെ കുട്ടികളെ പ്രസവിച്ച് അയാൾക്ക് വെച്ച് വിളമ്പി മാത്രം തീരുന്ന ഒരു ജന്മമായിട്ടേ തീരുള്ളൂ. അപ്പൊ അവിടെ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഉള്ളത് നോക്കിയപ്പോ കലാകാരന്മാരുടെ ഭാര്യ ഇല്ലാതൊക്കെ നിൽക്കുന്നത് നോക്കിയപ്പോ കൊല്ലം സുധിയാണ്. അപ്പൊ കൊല്ലം സുധിക്ക് എഴുത്തെഴുതി നല്ല നല്ല സാഹിത്യ ഭാഷയിലൊക്കെ എഴുത്തെഴുതി കൊല്ലം സുധിയെ വീഴിച്ചു. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും ബുദ്ധിപരമായ നീക്കം, ആ കാലത്ത് കൊല്ലം സുധിയെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരുന്ന ഏത് പെൺകുട്ടികളും നേരിട്ട് കൊല്ലം സുധിയോട് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് സ്റ്റാർ മാജിക്കോ അല്ലെ അങ്ങനെയുള്ള പ്രോഗ്രാമിൽ ഫിലിം ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന്. അതായത് അവരെല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ കൊല്ലം സുധി മനസ്സിലാക്കി ഇവരെന്നെയല്ല ഇഷ്ടപ്പെടുന്നത്, ഞാൻ മൂലം അവർ സിനിമയിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്, എന്നാ അത് വേണ്ടാന്ന് വെച്ചാൽ ആ ആലോചന മുഴുവൻ വേണ്ടെന്ന് വെച്ചു. നേരെ മറിച്ച് രേണു സുധി വന്ന് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും ആവണ്ട, കൊല്ലം സുധിയുടെ ഭാര്യയായ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ ആ പദവി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. വളരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറഞ്ഞ് ഏതായാലും ലൈഫിലേക്ക് ഇടിച്ചു കയറി. പിറ്റേ ദിവസം തൊട്ട് പുള്ളിക്കാരത്തി ടിക്ടോക്ക് തുടങ്ങിയായിരുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ആരാണ് യഥാർത്ഥത്തില് നല്ല ബുദ്ധിയുള്ള ആളെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതാണ് സംഭവിച്ചത്. ഏതായാലും പുള്ളിക്കാരൻ മരിച്ചില്ലെങ്കിലും ഇതേപോലത്തെ കാട്ടായം കാണും. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്ത് രേണുവിന്റെ ആ നാക്ക് തന്നെ ചുണ്ടുപൊട്ടി എന്നൊക്കെ പറഞ്ഞ് നാക്കിട്ടുള്ള പ്രയോഗമൊക്കെയാണ്. പച്ചയ്ക്ക് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചില സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓരോ സീനുകൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ട് ഭാര്യയുടെ കഴിവ് ഭർത്താവ് തിരിച്ചറിഞ്ഞില്ല, ഭർത്താവിന്റെ കഴിവ് ഭാര്യ തിരിച്ചറിഞ്ഞില്ല. ഒരു ഫംഗ്ഷന് വെച്ച് ഭാര്യ പാട്ട് പാടുമ്പോഴത്തേനും എന്റെ ഭാര്യയ്ക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഭർത്താവ് അന്തം വിട്ട് കുന്തമെഴുകി നിൽക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതോ ബാലേന്ദ്രമേനോന്റെ സിനിമയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ടേ, അത് വെച്ച് പറഞ്ഞു. അപ്പം ഇപ്പൊ ഈ നാക്കിട്ടുള്ള പ്രയോഗം കണ്ടോണ്ട് ഞാൻ പറയാണ്, ഇത്രയൊക്കെ കഴിവ് രേണുസുതിക്ക് ഉണ്ടായിരുന്നോ എന്ന് ഒരു പക്ഷെ കൂടെ അത്ര കാലം ജീവിച്ചിരുന്ന കൊല്ലം സുധിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് അത്ര വൃത്തികേടാണ് തോന്നിയത് ആ നാക്കിട്ടുള്ള പ്രയോഗം കണ്ടിട്ട്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് പറയുന്നതാണ്. സബ്സ്ക്രിപ്ഷനോ എന്ത് തേങ്ങയിലൊക്കെ നടത്തിക്കോ, പക്ഷെ ഇത്രയും അതപ്പതിക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു സ്ത്രീ ആകുന്നതിൽ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അതോടൊപ്പം ഞാനും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന ഈ സബ്സ്ക്രിപ്ഷന് വലിയൊരു നേട്ടം മറുസൈഡിലുണ്ട്. അതായത് ഒരു സ്ത്രീ ജീവിക്കാൻ മാർഗമില്ല, എന്നാ പിന്നെ അങ്ങ് വേശ്യാവൃത്തിക്ക് ഇറങ്ങിയേക്കാം എന്ന് തീരുമാനിച്ച് അവളങ്ങ് ചെറുപ്പക്കാരിയാണ്, അതിസുന്ദരിയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവൾ വേശ്യാവൃത്തിക്ക് ഇറങ്ങിയാൽ അവൾക്ക് എത്ര പൈസ കിട്ടും? നിങ്ങൾ ആലോചിച്ചേ, എത്ര പൈസ കിട്ടാൻ? അതിനൊരു നാട്ടു നടപ്പുണ്ട്, അത്രയൊക്കെ കിട്ടുള്ളൂ. എത്രയാണെങ്കിൽ ഓരോരുത്തരുടെ റേറ്റ് അനുസരിച്ച് കിട്ടും. പ്രായവും ഭംഗിയും സൗന്ദര്യവും ഇതൊക്കെ വെച്ചായിരിക്കും അതിന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. എന്താണേലും അതിനൊരു ലെവലുണ്ട്, അത്രേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, സബ്സ്ക്രിപ്ഷന് ജാക്കറ്റ് ഒന്ന് ഊരിക്കാണിക്കുക, അല്ലെ ഇതിവിടെ അങ്ങോട്ടൊന്ന് മാറ്റി കാണിക്കുക, ഇങ്ങോട്ടൊന്ന് മാറ്റി കാണിക്കുക, അങ്ങോട്ടൊന്ന് മാറ്റി കാണിക്കുക, പിന്നെ കാലൊന്ന് കാണിക്കുക, അത് കാണിക്കുക, ഇങ്ങനെ പാഴ്സായിട്ട് മൂടി വെക്കുന്ന സൗന്ദര്യമാണ് സൗന്ദര്യം. ഓപ്പൺ ആക്കിയ സൗന്ദര്യം ഇല്ലെന്നൊക്കെ ചില കവികൾ പറയാറുണ്ട്. അതാണ് ഈ സബ്സ്ക്രിപ്ഷനെ നടത്തുന്നത്. അതിനെ മൂടി വെച്ചിട്ട് കുറച്ച് ഭാഗം കാണിക്കുക, ഇങ്ങനെയൊക്കെ അല്ലേ സബ്സ്ക്രിപ്ഷനെ കാണിക്കുന്നത്. അല്ലാതെ വേറെ പരിപാടിക്കൊന്നും പോകണ്ട. ഇത്രയും കാണിക്കുന്നതിന് ഈ ഞരമ്പന്മാര്, മണ്ടന്മാര്, പൊട്ടന്മാര് കേറിയിരുന്ന് പൈസയും കൊടുത്ത് ഇത്രയും കാണിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന തുക 12 ലക്ഷം, 1 കോടി രൂപ. അശ്വിനി 1 കോടി രൂപയാണ്. എന്താണ് അശ്വിനി ചെയ്ത്? ആനയെ കുളിപ്പിക്കുക, മുണ്ടും ബ്ലൗസും ഇട്ട് ആനയെ കുളിപ്പിക്കുക, കാറ് കഴുകുക, വെള്ളച്ചാട്ടത്തിൽ പോയി നൈസായ സാരി കൊടുത്ത് നിൽക്കുക, അരകല്ലാൽ അരയ്ക്കുക.
പാവ ആ കൊച്ചത്രയൊക്കെ പണി ചെയ്തപ്പോഴത്തേനും 1 കോടി രൂപ നമ്മൾ അടുക്കള കിടന്ന് പണി ചെയ്താൽ കിട്ടുമോ? സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അങ്ങോട്ട് അരകല്ലെ അരച്ചു. ഇന്റർവ്യൂവിൽ അശ്വിനി പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാവോ? അരകല്ലെ അരച്ചപ്പോ എന്തോരം കൊതുകാ കുത്താമെന്നറിയോ? കൊതുകുത്തി എനിക്ക് ഡെങ്കിപ്പനി പിടിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയുമായിരുന്നു? അതാണ് അപ്പോഴത്തേന് കിട്ടിയത് കോടികളാണ്. അതേപോലെയാണ് ഞാൻ പറയുന്ന ഇപ്പം രേണുസുതി ആണേലും മറ്റുള്ള ഉന്നതകുല രാജരക്തമാണേലും ആര് ചെയ്താലും ഇങ്ങനെ ഒന്ന് ജാക്കറ്റ് മാറ്റി 2 കുലുക്കുമ്പോഴത്തേന് 12 ലക്ഷം അക്കൗണ്ട് വീണു. നേരെ മറിച്ച് ഇതിന്റെയൊക്കെ ഇരട്ടിയുള്ള ഒരു ഭംഗിയാണെങ്കിൽ ആ പെണ്ണ് മറ്റേ പണിക്കാവോ ഇറങ്ങിപ്പോകുന്ന, വേശ്യാവർത്തിക്കാണ് ഇറങ്ങിപ്പോകുന്നത്, കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതാണ് ഈ സബ്സ്ക്രിപ്ഷനുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ രേണുസുതി കാശുണ്ടാക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ നടത്തുന്നതിന് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, സബ്സ്ക്രിപ്ഷൻ മറ്റുള്ളവർക്ക് നടത്താൻ രേണുസുതിക്ക് മാത്രം നടത്തത്തില്ലേ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. നടത്താം, രേണുസുതിക്ക് നടത്താം. പക്ഷെ രേണുസുതി ഇങ്ങനെയൊക്കെ ചുണ്ടുകൊണ്ടൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയോ ഒരു കോണില് രേണുസുതിയോടൊരു സഹതാപവും ഒരു സ്നേഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതുപോലെ എനിക്കുണ്ട് ഒരു ശാലം. അത് വെച്ചിട്ട് കാണുമ്പം ഇത്രയും അതപ്പതിക്കുണ്ടായിരുന്നു എന്നൊന്നും അങ്ങ് അറിയാതെ അങ്ങ് തോന്നിപ്പോവാണ്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ദേഷ്യം വരും. പണത്തിന്റെ മേലെ കയറിയിരിക്കുകയും ഫെയിമിന്റെ മേലെ കയറിയിരിക്കുകയും എല്ലാ ഇതുണ്ടായിട്ടും ഇങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ രേണുസുതി ഇതുപോലത്തെ ഗോഷ്ടി കാണിച്ചപ്പോൾ സത്യത്തിൽ എന്തോ ഒരു നീറ്റൽ അനുഭവപ്പെടുമായിരുന്നു, മനസ്സിലൊരു നീറ്റൽ തോന്നാന്ന് പറയാല്. ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ കടന്നു വന്നിട്ട് കാര്യം കൊല്ലസുതിയെ പറ്റിച്ചോണ്ട് തന്നെ വന്നത്. കൊല്ലസുതിയെ 3 പെണ്ണുങ്ങളും പറ്റിക്കുക, പറ്റിച്ചോണ്ട് തന്നെ കടന്നു വന്നു. എന്നാൽ ഈ ആൽബങ്ങളിലും ഇതിലൊക്കെ അഭിനയിച്ച് എങ്ങനെങ്കിലും ഒരു സിനിമയുടെ മൂലം, കാരണം ഈ സിനിമാ രംഗത്ത് അഭിനയിക്കാൻ അറിയാൻ മേലാത്തോണ്ട് കടന്നു വരികയല്ല, അല്ല ഭംഗിയില്ലാത്തോണ്ട് കടന്നു വരില്ല. ഇതൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞ വെറുതെയാണ്. സിനിമാ രംഗം ആദ്യം തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ച നമ്മുടെ മമ്മക്കോയ്ക്കൊക്കെ എന്ത് സൗന്ദര്യം ഉണ്ടായിട്ടാണ് ഈ കയറി അഭിനയിക്കാനുള്ള കഴിവ് മതി. ഇന്ദ്രൻസ് വെറും തയ്യക്കാരനല്ലായിരുന്നു, സിനിമാക്കാരുടെ തയ്യൽ കിട്ടിയ കൂടെ കയറിയുള്ളൂ. മലയാള സിനിമയിൽ അമ്മവേഷം കെട്ടുന്ന ഒരു പെണ്ണ് സ്ത്രീ തയ്യക്കട ഇട്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അഭിനയമായിട്ട് ഒരു ബന്ധമില്ലാത്ത എത്രയോ, നമ്മുടെ മീര യാസ്മി തന്നെ വെറുതെ പള്ളിയിൽ പോയിരുന്നപ്പോ സംവിധായകൻ ബ്ലസ്സിയോ ആരോ കണ്ടപ്പോ ഇത്രയും ഭംഗിയുള്ള വെച്ച് സിനിമയിൽ അഭിനയിക്കട്ടെന്ന് പറഞ്ഞ് വിളിച്ച് ലോഹിദാസിന്റെ പടത്തിൽ കയറ്റുക. ആരും അഭിനയത്തിന്റെ കുലപതികളൊന്നും ആയിട്ടല്ല, അഭിനയം ഇവിടെ വന്ന് പഠിച്ച. അതുകൊണ്ട് രേണുസുതിക്കും മലയാള സിനിമയിലോട്ട് കയറിയ രക്ഷപ്പെട്ടു പോകായിരുന്നു. അതിനുവേണ്ടി നേരെ തിരിഞ്ഞ് ഒരു സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞു പോയി. ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാര് രാജരക്തത്തിൽ പറഞ്ഞ ഒരു സബ്സ്ക്രിപ്ഷൻ കാണിച്ച് 12 ലക്ഷം ഉണ്ടാക്കിയ പിന്നെ എനിക്ക് എന്താണെന്നോർത്ത് ഈ പെൺകുട്ടി ഈ രേണുസുതി ഇപ്പം തുണി പറിച്ചിട്ട് ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിക്കവിഞ്ഞൊരു അധപ്പതനം വരാനില്ലെന്ന് പറയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, നാളെ ഒരിക്കൽ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു വെച്ച ആൾക്കാർ കാണും, ഇഷ്ടംപോലെ ആൾക്കാർ കാണും, അല്ലെ ആരേലും ഒക്കെ കാണും. അതങ്ങനെ എത്രയോ വർഷം മുന്നേ ഉള്ള കാര്യം പോലും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കിട്ടും. അതങ്ങനെ പറന്ന് ഋതപ്പൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ഋതപ്പന്റെ ഒരു 10ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴത്തേന് ടീനേജ് പിള്ളേർക്കൊക്കെ ഈ വക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലാണ്. അന്ന് അവര് കാണുന്ന ഒരു പക്ഷെ ഇപ്പൊ ഈ കാണിച്ച രേണുസുതിയുടെ ഈ പുതിയ ഉടുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു രീതിയില്ലേ, പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും ഒത്തിരിയും കാശ് കളയുന്നുണ്ട് രേണുസുതി ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാലും ശരീരത്തില്. അപ്പൊ കുറെ സിലിക്കോൺ പാഡ് എല്ലാം അവിടെ മേടിച്ച് വെച്ച് കെട്ടുക, എല്ലാം ഓപ്പറേഷൻ ചെയ്ത് ചെയ്യുക. അപ്പൊ പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്കൊരു കണ്ണിനൊരു ഇതുണ്ടാവും. കാരണം ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന നിഷാന വ്ളോഗിന്റെ ഒക്കെ ഇടയ്ക്കാണ് മത്സരിച്ച് പിടിച്ച് നിൽക്കേണ്ടത്. നിഷാന വ്ളോഗിനെ കണ്ട നമ്മൾ തന്നെ ആ നിമിഷം ശ്വാസം മുട്ടി മരിക്കും. ആ രീതിക്കാണ് പുള്ളിക്കാരത്തിരിക്കുന്നത്. അവരൊക്കെയാണ് മത്സരത്തിന് നിൽക്കുന്നത്. അതുകൊണ്ട് സിലിക്കോൺ പാഡൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറയുന്നത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ പറയാം. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.